അപ്പൊ നമ്മൾ പറിച്ചെടുത്ത കുവ പൊടിയാക്കണ പണിയിലാട്ടെന്ന്. ആദ്യം നമുക്ക് എത്ര ഉണ്ട് കുവ എന്നൊക്കെ ഒന്ന് കാണിച്ചു തരാം. ഈ കാണുന്ന ഈ കൊട്ടയിലുള്ളതും ഈ ബേസിലുള്ള ഈ കുവകളാണ് നമുക്ക് പൊടിയാക്കാനുള്ളത്. ചെറിയൊരു കൊട്ടയിൽ മാറ്റിയിട്ടതാ. ഇത് വിത്തിന് നമ്മൾ ചെറുതും ഇതുപോലെ മുള വരുന്ന ഇങ്ങനത്തെ കണ്ണൊക്കെ വിത്തിനെടുത്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ഇതിന്റെ കടകൾ ഉണ്ടല്ലോ, നമ്മൾ പറിക്കുമ്പോൾ കാണിച്ചിരുന്നത് കുറെ ഇല അടക്കമുള്ള പച്ചപ്പുള്ള ആ കടകളും മാറ്റിയിട്ടുണ്ട്. അപ്പൊ അത് മതി നട്ടുകൊടുക്കാനൊക്കെ. ഫസ്റ്റത്തെ പണി ഇത് അതൊക്കെ കഴുകി വൃത്തിയാക്കലാണ്. അപ്പൊ അതാ കമന്റിലൊക്കെ ചോദിച്ചിരുന്നു നമ്മളെ കെങ്ങ എവിടെയെന്ന്. സ്കൂളിൽ പൂട്ടിയിട്ട് ഇപ്പൊ ഇന്നാട്ടെ വരുന്നത്. കെങ്ങ നോക്കടാ. രാവിലെ തന്നെ ഫിനൂനും ബിയക്കും കെങ്ങക്കൊക്കെ ഒരു പണി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഈ കാപ്പിയിലുള്ള ഞാൻ പറയില്ല കമ്പുകളൊക്കെ അടിച്ചെടുത്ത്, എന്നാലും കുറെ കമ്പുകൾ ഇനിയുണ്ട്, അതൊക്കെ പെറുക്കിയെടുക്കലാണ്. അപ്പൊ അതാ ബിയൊക്കെ കിടന്നിട്ട് കാപ്പിയിൽ കളിക്കുകയും ചെയ്യാ, ഇത് പെറുക്കും ചെയ്യാ. പെറുക്കിയ ബിയ അങ്ങനത്തെ പണിയില്ല. അപ്പൊ പെറുക്കിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ ഇതിലുണ്ട്, ബേസിലുണ്ട്. അപ്പൊ കെങ്ങ എന്നാണല്ലേ വന്നത്, കെങ്ങ സ്കൂൾ പൂട്ടിയിട്ട്. മറ്റേ ലീവുള്ള അന്നൊക്കെ കെങ്ങ വരും. അതാ ഇത്രയും കമ്പുകളൊക്കെ കുറെ നമ്മൾ അടിച്ചെടുത്തിട്ടോ, അതിന്റെ ബാക്കിയാണ്. ഇതൊക്കെ ബിയും ഫിനിയും പെറുക്കിയ. ഒരാൾക്ക് 10 റുപ്യല്ലേ കൂലി. ഫിനുവിന് 10, ബിയക്ക് 10, കെങ്ങക്ക് ഇനി 20 വേണമെന്ന് പറഞ്ഞിരിക്കുന്നത്. കെങ്ങ അതിലിട്ടോ. കെങ്ങ വെറുതെ ന്യൂട്രല്ലേ. കെങ്ങ നമ്മൾ ട്രോളി ഒന്ന് കൊണ്ടുവരും, ട്രോളി ഒന്ന് എടുത്തിട്ട് വരണം. നമുക്ക് ഇതൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പൊ ആദ്യം നമ്മുടെ പരിപാടി, എന്റെ പരിപാടി ഇത് കഴുകി കൊടുക്കൽ മാത്രമാണ്. അവിടുന്ന് അങ്ങോട്ടുള്ള പണിയൊക്കെ ഉമ്മേനെ എടുക്കല്. ഞാൻ ആദ്യം വീഡിയോ പറഞ്ഞു പൊടിയാക്കലൊക്കെ ഉമ്മാന്റെ പണിയാണിത്. അപ്പൊ എന്ത് നമുക്ക് ഇത് വൃത്തി കഴുകണം. അപ്പൊ കഴുകാൻ ഞങ്ങൾ എടുത്തൊരു ഐഡിയ, വേഗം കഴുകണമെങ്കിൽ ആദ്യം പുഴയെ കൊണ്ടുപോകാൻ വിചാരിച്ച്, പിന്നെ അവിടുന്നൊക്കെ ഇങ്ങോട്ട് ഏറ്റി വരണ്ടേ. നമ്മൾ ചെറിയൊരു ഐഡിയ, ഇതിന് മുന്നൊക്കെ നമ്മള് ഓണത്തിന് ചേന കളച്ചപ്പോ നമ്മള് ഒരു ഐഡിയ എടുത്തിരുന്നു, പ്രഷർ വാഷർ വെച്ച് കഴുകല്. നമുക്ക് എന്ത് ചെയ്യാം, ഇത് അങ്ങനെ കഴുകിയൊക്കെ അങ്ങോട്ട് എടുത്തൊക്കെ നമ്മളെ ഇത് എടുക്കുക, ആ കൊട്ട, ആ 2 കൊട്ട എടുത്തു. പങ്ക് പോലെ പോയി പോയി. അപ്പൊ ബിയ കെങ്ങ പിന്നെ വരുള്ളൂ കേട്ടോ, കെങ്ങനെ കൊണ്ടുപോവുക. ഇന്നലെയും കുറച്ച് വെള്ളപ്പൂവന്മാക്ക് കിട്ടിയിട്ടോ. നമ്മള് ചാക്ക് വെച്ചതിന്റെ അടുത്ത് മണ്ണിലുണ്ടായതൊക്കെ ഇന്നലെ ഒന്നും കൂടെ ഒക്കെ പറിച്ചെടുത്ത്. അപ്പൊ അതും ഉണ്ട്, എല്ലാം കൂടെ ആയിട്ട് നമുക്ക് ഇത്ര ഉണ്ട്. ഒക്കെ കുറെ ഉണ്ടായിട്ടും കാര്യമില്ല, നല്ല മെനക്കെടാ. അപ്പൊ ഇവിടെ കൊടുന്നാൽ സർവീസ് സ്റ്റേഷന്റെ എത്തി. ഇവിടെ വെച്ചാണ് നമ്മള് ഇതിന്റെ മുകളിലാണ് നമ്മള് ബൈക്കും കാറൊക്കെ എന്ത് കഴുകാനൊക്കെ ഞങ്ങൾ ഇവിടെ കൊണ്ടു വെക്കും കേട്ടോ. ഇതിന് മുകളിൽ സെറ്റാക്കി വെച്ചാൽ നമ്മളെ ഗുഡ്സ് ഒക്കെ സർവീസ് ചെയ്യുന്ന സ്ഥലം. എങ്ങനെ അത് പിടിച്ചൊരു കാര്യമില്ല. ഓക്കെ, ഇതോരോന്നെടുത്തിന് കഴുകി വൃത്തിയാക്കണം. ഞങ്ങൾ നമുക്ക് ആ ചെറിയ കൊട്ടയൊക്കെ എടുത്തിട്ട് കഴുകാം. ഞാൻ ആദ്യം പ്രഷർ വാഷർ ഓണാക്കട്ടെ. എണ്ണും പിടിച്ച് നിൽക്കുക അല്ലേ. പ്രഷർ വാഷർ സെറ്റായില്ലേ? നെക്കിപ്പിടിയടാ. കയ്യല്ല വേദന ഉണ്ടാവും കേട്ടോ. അപ്പൊ ആദ്യം കൈ ഇടുന്ന കൊട്ടന്ന് അതിലൊക്കെ പൊടിയുണ്ട്. അതെ, കൈവിട്ട കൊട്ട തെറിച്ചു. പ്രഷർ വാഷറിന്റെ പ്രഷർ കാണിച്ചാലേ ചിലപ്പോ കൊട്ട അവിടെ എത്തും. എന്നിട്ട് വാ തെങ്ങ പൊട്ടിന് തൊഴുത്തിനുള്ളിൽ കയറിക്കുക. എന്നാല് കുറച്ചിട്ടാണ്ട് തുടങ്ങല്ലേ. നമ്മള് സാധാ ഈ കൊട്ടയിലിട്ട് പ്രഷർ വാഷ് വെച്ച് കഴിയാ ചിലപ്പം പ്രഷർ കൊണ്ട് അത് ചെറിയൊരു കംപ്ലൈന്റ് ഉണ്ട്, കൊട്ടയൊക്കെ നാശം. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഇട്ടിട്ട് തുടങ്ങി നോക്കട്ടോ. ഇല്ല, കൈ അങ്ങനെ ഒന്നാവില്ല, പെട്ടെന്ന് പരിപാടി നടക്കുന്നുണ്ട്. ശരിക്കും ഓരോന്നിടത്ത് കഴിയാൻ നല്ലതാ കേട്ടോ. ആദ്യം തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് പിന്നെ ജസ്റ്റ് ഓരോന്നിങ്ങനെ ഇട്ടാൽ. ഈ കുറച്ചിട്ടാൽ എന്താ അറിയോ, എല്ലാം വൃത്തിയായിട്ട് കുറെ കഴിഞ്ഞാൽ അടിയിലുള്ള ഇങ്ങനെ കുടുങ്ങിപ്പോ. ഇത് 10 റൗണ്ട് കഴുകല്, അത് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ എടുത്തിട്ട് വൃത്തിക്ക് കഴുകുക. തൊലി നോക്കി, തൊലി പാലിക്കും. എങ്ങനെ കുളിപ്പിച്ചോ?
ഇനി നമുക്ക് ഇങ്ങനെ ഒന്ന് ഓരോന്ന് എടുത്തിട്ട് നമ്മൾ മഞ്ഞക്കൊട്ടം കൊണ്ട് വെക്കും അവിടെ വെക്ക്. അധികം എടുത്ത് വെക്കണം, മണ്ണാവില്ല കേട്ടോ. അങ്ങനെ പറയുന്നത് ബാക്കി എന്തായാലും കട്ട് ചെയ്തിട്ടുമ്പോൾ ഒന്ന് മുറിച്ചിടുമ്പോൾ ക്ലീൻ ചെയ്യും. അടിപൊളിയാണ്. ആ വേരൊക്കെ എന്തായാലും ചെറിയ വേരൊക്കെ ഉണ്ട്, അതുകൊണ്ട് കട്ട് ചെയ്തിട്ടൊന്നും പരണ്ടൂല. എന്നാലും നല്ല മണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കിട്ടും. അങ്ങനെ കുറച്ച് വാരി ഇടണം കേട്ടോ. ഇനി കൈ കണ്ണനുസരിച്ച് അതിന് വാരി ഇങ്ങോട്ട് ഇടണോ. ഇതിലൊക്കെ നല്ല കളിയുണ്ട് കേട്ടോ. കളിയല്ല മണ്ണ്. അപ്പൊ അതിന് അടുത്ത് ഇട്ട് കൊടുക്കാം. കുറച്ചും കൂടെ വേണമെങ്കിൽ കൂടുതലൊക്കെ ഇടാം. മൊത്തം ഇട്ടുണ്ട് കഴുകുക. ആദ്യം ഇങ്ങനല്ലേ, പിന്നെ ആദ്യം ഒന്ന് ഇങ്ങനെ മൊത്തത്തിൽ കളഞ്ഞിട്ട് പിന്നെ ഓരോന്ന് എടുത്തിടാം. അപ്പോഴും കൂടെ ഒന്ന് കഴുകാം. നിറം വെച്ച് തരുന്നില്ല, അതും കൂടി വെക്കുമ്പോ തന്നെ ഞാൻ കുറച്ച് വിട്ട് വെക്കടാ. തൊലി ഇവിടുന്ന് അങ്ങോട്ട് പാറി വരും. മാറ്റി അതാണ് വെള്ളപ്പൂവാകുന്നത് അല്ലേ, കേൾക്കുന്നതനുസരിച്ച്. ആ മുള്ളങ്കി അല്ലേ. ഊട്ടിയിലേക്ക് ക്യാരറ്റ് ഇങ്ങനെ ഒരു മിഷീനിൽ കൊടുത്തിട്ട് ഇങ്ങനെ വെച്ച് കഴുകാണോ, പറിച്ചിടുന്നിട്ട്. അതല്ലേ ക്യാരറ്റിന് നല്ല ഗുണം എന്താ അറിയോ, ഈ തൊലി ഇങ്ങനെ പാറിപ്പോണോ തിരുമണ്ണ്, ആ ഒട്ടിക്കുന്ന തൊലി എല്ലാം പോകുന്നുണ്ട്. അങ്ങനെ സെറ്റായി വരുന്നു. ഇടയ്ക്ക് ഈ തൊലിക്കൊന്ന് പിടിച്ചെടുത്താല് അതുകൊണ്ട് പാറിപ്പോയിക്കോളും. ഇങ്ങനെ തന്നെ വൃത്തിയായി വേറെ തൊലി പോകുമ്പോഴാണ് ഇതിന്റെ നിറം കറക്റ്റ് വരുന്നത്. ഏതാ ഒരു പാട പോലത്തെ ഇതില്ലേ, ബാക്കി നമ്മൾ ഡ്യൂട്ടി കൈമാറിട്ടോ. ഷെയറാണ് കഴുകുന്നത്. ഇതൊക്കെ പറിച്ചെടുത്തിട്ട് വേഗം തന്നെ നമ്മൾ പൊടിയാക്കിയില്ലെങ്കിൽ ഇതിന്റെ നീര് വലിയുന്നതനുസരിച്ച് പൊടി കുറയും. പിന്നെ ഉമ്മാന്റെ ഒഴിവനുസരിച്ചാണ് ഇതൊക്കെ ഉണ്ടാക്കാൻ. രാവിലെ തന്നെ ഇതിന് നിന്നാൽ മറ്റു പണികളൊന്നും നടക്കൂല. കത്തി കണ്ടെടുക്കണം അല്ലേ. അപ്പൊ കുറച്ച് വേരും കാര്യങ്ങളൊക്കെ ഇതും കളയണ്ടാവുമ്പോ എന്തായാലും പരണ്ടു ഇതൊന്നും മുറിച്ചിടുമ്പോ അല്ലേ. അപ്പൊ ഉള്ളതായിട്ട് അങ്ങോട്ട് പോവാ. ബാക്കി കഴിയക്കൂലേ, ബാക്കി വന്നപ്പോ തന്നെ സെറ്റാക്കി വെച്ചോളൂ. ഇത് മൊത്തം ഒന്നും ചിലപ്പോ നമുക്ക് ഇന്ന് ചെയ്യാൻ പറ്റൂല. അപ്പൊ കഴുകുമ്പോ നമുക്കൊക്കെ കഴുകി വെച്ചിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാ, അങ്ങനെ സമയം അനുസരിച്ച് അങ്ങനെ പൊടിയാക്കി എടുക്കും. നല്ല പണിയുണ്ട് ഇതൊക്കെ കേട്ടോ. ഇനി വേഗം ഉമ്മാന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇത് ചെത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ കാണിച്ചത്. ഇനി അവിടുന്ന് അങ്ങോട്ട് ഉമ്മ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ അങ്ങനെ പറഞ്ഞുതരാം. കാര്യം ചെയ്യുന്നതൊക്കെ ഉമ്മേനെ, പിന്നെ കുഞ്ഞോളെ വീഡിയോ എടുത്തു തരാണ്. വാ. അപ്പൊ ഉമ്മ ഇന്റെ പണി കഴിഞ്ഞ് നല്ല വൃത്തിയിൽ കഴുകി കൊടുക്കുന്നുണ്ട്. ഇനി അങ്ങോട്ട് ഉമ്മയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യാം. ഇനിയൊക്കെ ചെറുതായിട്ട് അരിഞ്ഞിടണം അല്ലേ. ഈ പണിയൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അവിടുന്ന് വേര് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് ഒഴിവാക്കാത്ത കേട്ടോ. എന്തായാലും ഉമ്മ ഇവിടെ വന്നാലും ഇതുപോലെ പരണ്ടിയിട്ട് ഇത് ക്ലീൻ ചെയ്യും. എന്തായാലും ഇതൊക്കെ നല്ല റിസ്ക് ഉണ്ട്. ഇപ്പൊ ഒരു ഘട്ടം തുടങ്ങിയിട്ടുള്ള കഴുകുന്ന ഘട്ടം കഴിഞ്ഞ് ഇതുപോലെ ചെറുതാക്കി ഇനി അരിഞ്ഞിടുന്ന പണിയായിട്ടുള്ളൂ. ഇനി എത്ര പണിയുണ്ടല്ലോ നിങ്ങളെ. വെറുതെ കൂവപ്പൊടിക്ക് നല്ല വില കിട്ടുന്നത് ഇത്രയും റിസ്ക്. ആ റിസ്കിന്റെ ഒരു വില കേട്ടോ. ഗുണമുണ്ട്, അതിനനുസരിച്ച് ഇതിന് പൊടിയാക്കാനുള്ള റിസ്ക്കും ഉണ്ട് കേട്ടോ. മൊത്തത്തിലൊന്നും നമുക്ക് ഇതൊന്നും ഫുള്ളായിട്ട് ഇപ്പൊ ഒന്നും തീരുമില്ല. അപ്പൊ ആവശ്യത്തിന് എടുത്തിട്ട് മുതൽ വീഡിയോ ഞാൻ കുറച്ച് കാണിച്ചു തരാം. ബാക്കിയുള്ളത് ഇനി ഉമ്മാന്റെ അടുത്ത പണിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരമൊക്കെ സമയങ്ങളിലൊക്കെയാണ് സെറ്റാക്കി വെക്കുക. പിന്നെ വേറെ വെച്ചാൽ നമ്മളിത് ഇടുന്ന സമയത്ത് നല്ല വെയിൽ വേണം. അതുകൊണ്ട് ഇന്ന് നല്ല മഴക്കാറ്, 2 ദിവസമായിട്ട് മഴക്കാറുണ്ട്. ഇന്ന് തീരെ ഇപ്പൊ വെയിലും ഇല്ല. ഇതിനൊക്കെ നല്ല വെയിൽ വേണം. അപ്പൊ നമുക്ക് കുറച്ച് കുറച്ചാക്കിയിട്ട് ചെയ്യാം.
പിന്നെ ഞാൻ പറയില്ല ഓരോ ദിവസം വെച്ചാലും പണിയാണ്, നീര് വലിഞ്ഞാൽ തീരെ പൊടിയും ഉണ്ടാവില്ല. മിനിഞ്ഞാന്ന് പറിച്ച് ഇന്നലെ നമ്മളിത് ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഞാനപ്പോ ഇന്നലെ നമ്മൾ പരിപാടി എന്തേനു, നമ്മൾ ഓരോ പണിയിലായിരുന്നല്ലോ അല്ലേ. ഇന്നലെ കൂർക്കല് വിളവെടുത്ത് കഴിഞ്ഞ് പിന്നെ പശുക്കളെ പരിപാടിയും കഴിഞ്ഞ് കാപ്പി കറി അങ്ങനത്തെ ആ തിരക്ക് കഴിഞ്ഞു. ഇന്നിപ്പം ഇതിമ കൂടിയതാണ്. അതൊക്കെ മുറിച്ചിട്ട് കേട്ടോ, നല്ല ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇനിയും കുറെ ഉണ്ട്, നമുക്ക് ആദ്യഘട്ടത്തിൽ മിക്സിയിൽ ഇടാനുള്ള ആയിട്ടുണ്ട് അല്ലേ. ഇനിമ എടുത്തിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്ത് കാണിച്ചു കൊടുക്കുക. നല്ല ജാറിൽ ഒതുങ്ങനെ കഷ്ണങ്ങളാക്കണല്ലേ ശരിക്ക്. കട്ടി കുറച്ച് അത്രയും അരിഞ്ഞു കിട്ടൂല്ലേ. വെള്ളം ഒഴിച്ചിട്ട് വേണം ഇന്ന് നല്ല അരിഞ്ഞു കിട്ടാൻ. ഇങ്ങനെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് സെറ്റാക്കി എടുക്കാം. ഇനി എത്ര ഉണ്ട്. അല്ലേ, ഇനിതാ അടുത്ത പ്രോസസ്സ്. ഇത് നമ്മളിനി അരിച്ചെടുക്കാം കേട്ടോ. നമ്മള് തോർത്തൊക്കെ കെട്ടി വെച്ചിട്ട് നല്ലൊരു ചെമ്പിലേക്ക് ഇതിന് നീരിങ്ങനെ എടുക്കണം. വെള്ളം വേണ്ടിയില്ലമ്മ. ബാക്കിയും കൂടെ അരച്ചിട്ട് മൊത്തത്തിലാക്കിയിട്ടാണ് നമ്മള് ഇനി ഇതിങ്ങനെ ഇളക്കിയിട്ട് ഇതിന്റെ നീര് അങ്ങനെ താക്കി ഇങ്ങനെ വീണോണം അല്ലേ. നീര് വീഴാൻ കുറച്ച് പണിയാണ്, കുറച്ച് ചണ്ടിയായിരിക്കും, നല്ല നാരായിരിക്കും ഇതിന്. ആ നാര് പോകണമെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി തന്നെ എടുക്കണം. അപ്പൊ ഉമ്മ അടുത്തത് അടിച്ചെടുക്കണ്ടേ. അപ്പൊ മൊത്തത്തിൽ ഇനി അടിച്ചെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനിങ്ങനെ നീരെടുക്കുന്ന കാണിച്ചാൽ അല്ലേ. മുറിച്ചിട്ടതൊക്കെ നമ്മള് അരച്ചെടുത്തതിണ്ട്. നല്ലത് ഇളക്കിയിട്ട് ഇതിന് നീരും കണ്ട് എടുക്കണം. ചിലപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരും. നല്ല നേരം കറക്റ്റ് കൊണ്ട് പോകുന്ന കിട്ടുള്ളൂ. വേണ്ടില്ല, ഇങ്ങനെ ആക്കുന്നതനുസരിച്ച് അങ്ങനെ നീര് തായ്ക്ക് പോകുന്നുണ്ട്. അപ്പൊ ഇങ്ങനത്തെ പണികൾ കുറെ എടുത്ത് തീർക്കാണ്ട്. ഈ ഒരു ചെമ്പ് നിറയുന്നവരെ നമ്മള് വേഗം തീയൊക്കെ ചെത്തിയിട്ടിട്ട് ഒരു റൗണ്ട് കഴിയും. എന്നിട്ട് ഇത് മാറ്റി വെക്കണം. ഇതിന്റെ ഊറലാണ്, അടിയിൽ കിട്ടുന്ന ഊറലാണ് നമുക്ക് പൊടിയായിട്ട് കിട്ടുക. പിന്നെ നിറച്ച് വെച്ചിട്ട് നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ മാറ്റി വെക്കണം. വെള്ളം വേണമോ? കുറച്ച് വെള്ളം എടുത്തരാം, കളിക്കാം. വെള്ളമൊക്കെ കുറെ ആയി, ചെമ്പ് വേഗം അറിയും. പക്ഷെ കിട്ടുന്ന ഊറലായി കിട്ടും. കാണിച്ചു കൊടുക്കല ലാസ്റ്റ്. കുറച്ച് വയ്ക്കട്ടെ. കുറച്ച് വെള്ളം ഒന്ന് ഇറക്കിയാല് നല്ല നാരില് നമ്മൾ ഇങ്ങനെ വെള്ളം ഒഴിച്ച് എത്ര ഇങ്ങനെ ആക്കുന്നതനുസരിച്ച് കുറെ കുറച്ചിങ്ങനെ നമ്മള് ഇത് ആട്ടുന്നൊക്കെ പോലെ അല്ലേ, അത്ര ഊറ്റി അത്രയും നമുക്ക് പൊടി കിട്ടും. അപ്പൊ കുറച്ച് പണികളുണ്ട്, ഇതിങ്ങനെ ഇളക്കിക്കൊണ്ട് നിന്ന് സെറ്റ് ആക്കണം. അപ്പം ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ഇവിടെ നിർത്തും. ബാക്കി എന്ത് ചെയ്യാൻ കുറച്ച് സമയം എടുത്തിട്ടേ കാണിക്കാറ്റുള്ളൂ. അപ്പൊ ബാക്കിയുള്ളതൊക്കെ ഏതായാലും ഇന്ന് മെനക്കുമാറിന് തീർക്കാന്ന് കുറച്ച് സമയം ആവും. മറ്റേ ഇതിന് നാളെ നിന്നാൽ നാളെ ഈ പണിക്ക് നിൽക്കേണ്ടി വരും. ഞാനപ്പോ എന്ത് ചെയ്യാം, നമ്മളെ ഫാമിലി മറ്റു പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് വരാം. അപ്പൊ നമുക്ക് ചെമ്പിലൊക്കെ ആക്കി വെച്ചിട്ട് ഇനി അത് അതിന്റെ ഊറൽ എടുക്കുന്നു മറ്റു കാര്യങ്ങളൊക്കെ കാണിക്കട്ടോ. ഞാൻ പോയിട്ട് ഇന്റെ പണി നോക്കട്ടെ. ഉമ്മയും കുഞ്ഞോളൊക്കെ കൂടെ ഇനി വീഡിയോ നിർത്തിയിട്ട് കുഞ്ഞോളും ഇതിൽ ഇറങ്ങിയിട്ട് അവർ വേഗം തീർക്കാന്ന് പറയുന്നുണ്ട്. ഇന്റെ പണികൾക്ക് ഇടയിൽ അങ്ങനെ വന്നു നോക്കിയാട്ടോ എന്തായിന്ന്. അപ്പൊ നമ്മൾ ഈ ചെമ്പ് നിറയാനായിട്ടുണ്ട്. ഒന്നും കൂടെ പിഴിഞ്ഞിങ്ങനെ എടുക്കും. ആദ്യം നമ്മൾ കുറെ ഇളക്കും, പിന്നെ ആ ചണ്ടീനെ ഒന്നും കൂടെ വെച്ചിട്ട് ഇങ്ങനെ ആക്കിയാലേ കറക്റ്റ് കിട്ടണില്ല. അങ്ങനെ പിഴിയുമ്പോൾ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട്. അങ്ങനെ നീര് വരുന്നുണ്ട്. ഇതൊക്കെ വെള്ളം കൂട്ടിയിട്ട് കിട്ടുന്ന കേട്ടോ. ഈ വെള്ളമൊക്കെ നൂറി അടിയിലായിട്ടുണ്ടല്ലോ. അപ്പൊ ഉമ്മ കൈയിട്ട് നോക്കി നേരത്തെ കുറച്ച് കാണിച്ചു ഇത്ര ആയിട്ടുണ്ട്. അപ്പൊ ഞാൻ പിന്നെയും വന്ന് കുറച്ചും കൂടെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞതാ. ഈ ചെമ്പ് നിറഞ്ഞ ഇനി വലിയ ചെമ്പിക്കുമ്പോൾ ഇത് മാറ്റേണ്ടി വരും. സംഭവം ഇനിയും കുറെ ഉണ്ട്. ഇപ്പൊ ഇതാ പിഴിഞ്ഞതിന് ചണ്ടി കണ്ടില്ലേ, ഇഷ്ടംപോലെ പോലെ. ബോംബെ മുട്ടായി എന്നൊക്കെ പറയും നമ്മൾ, പഞ്ഞി മുട്ടായില്ലേ, അതുപോലെ തന്നെ കറക്റ്റ് അത് തന്നെയാണല്ലോ. ഇഷ്ടംപോലെ ചണ്ടി. ഈ ചണ്ടികൾ ലാസ്റ്റ് ഒന്നും കൂടെ ഇട്ടിട്ടും പറഞ്ഞു എല്ലാം കഴിഞ്ഞിട്ട് ഒന്നുകൂടെ ഒന്ന് അടിച്ചെടുത്തിട്ട് ഒന്നുകൂടെ പിഴിഞ്ഞ് നോക്കാൻ കിട്ടുന്നത്ര. ഇങ്ങനെ പൊടി കിട്ടാൻ അത്ര റിസ്ക് ഉണ്ട്. കുറെ എത്രത്തോളം നമ്മൾ പിഴിയുന്ന അതിനനുസരിച്ച് തന്നെ നമുക്ക് പൊടി കിട്ടും. അപ്പൊ ഇത് ഒരു റൗണ്ട് കഴിഞ്ഞിട്ട് ചെയ്യാന്ന് വെച്ചിട്ട്. അപ്പൊ ഇതിന് നമ്മൾ മാറ്റില്ലമ്മ കുറച്ചും കൂടെ ഏകദേശം ഇത്ര മുഴുവനാവുന്നവരെ ആക്കിയിട്ട് കുറച്ചും കൂടെ അരച്ചിട്ട് ഇതിലേക്ക് പിഴിഞ്ഞിട്ട് ബാക്കി നമ്മൾ എന്ത് ചെയ്യും, വലിയ ചെമ്പിലേക്ക് മാറ്റിയിട്ട് വീണ്ടും അടുത്തത് ഇങ്ങനെ ഇത്രയും കൂടെ ഇനിയും പകുതി ആയിട്ടുള്ളൂ അല്ലേ. പകുതിയോളം ഇനിയും ഉണ്ട്. നമ്മൾ ഒരു കൊട്ട ചെയ്തു, ഇത്രയും ഉണ്ട്. ഇതാ മുറിച്ചിട്ടുണ്ട്. പണികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിനി കുറച്ചും കൂടെ അടുത്ത പണികളൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഏകദേശം തീരും. ഞാൻ പോയിട്ട് ഫാമിലെ മറ്റു പണികൾ കൂടെ തീർക്കട്ടെ.
പണ്ടൊക്കെ ഉമ്മ ഇതുപോലെയൊക്കെ നീരെടുക്കാനായിട്ട് ഉമ്മയും മൂത്തമ്മയൊക്കെ ചെയ്യലേ ഒരലിട്ടിടിക്കലേ, അന്ന് മിക്സി ഇല്ല, എന്നിട്ട് വേണം ഇതുപോലെ പിഴിഞ്ഞെടുക്കാൻ കേട്ടോ. ഇപ്പൊ എന്ത് സുഖം, മിക്സി കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഉമ്മ പറയാ പണി എത്ര എളുപ്പമായിന്. ഒരലിൽ ഇടിച്ചിട്ട് പിന്നെ അതിങ്ങനെ വാരി എടുത്ത് പിന്നെ പിഴിയ കുറെ പണികൾ, അങ്ങനെയല്ല അത്രയും പണികൾ കൂടുതലാണ്. നമ്മുടെ സംവിധാനങ്ങളൊക്കെ മാറി, അപ്പൊ അതിനനുസരിച്ച് ഇങ്ങനെ കാര്യങ്ങളൊക്കെ എളുപ്പമായി കിട്ടിയതാ. അടുത്ത സെക്ഷൻ ഞാനൊരു ഗ്യാപ്പിൽ ഇങ്ങനെ വന്നു നോക്കും എന്തായി അറിയാനായാലും അത് ചെമ്പ് അത്യാവശ്യം നല്ല കിട്ടുന്നില്ല ഇങ്ങനെ വീഴുമ്പോ. പൊടി ഉണ്ടാവില്ലെന്നോ? ആ പൊടി ലാസ്റ്റ് കാണാം, നമുക്ക് ഇങ്ങനെ ഊറ്റുമ്പോഴാണ് ഇനി പൊടി കാണുക. പൊടി ഇങ്ങനെ ഊറി നിൽക്കുമ്പോ അത്രയൊന്നുമില്ല. അതിന് വെള്ളത്തിന്റെ കനത്തിൽ ഇപ്പൊ ഒരു ഈ ചെമ്പിലൊക്കെ പറയുകയാണെങ്കിൽ ഇതാ അതിന്റെ എന്താ പറയാ, കാലും ഇല്ല അതിന്റെ താഴേക്കായിട്ട് ഇപ്പൊ ഇങ്ങനെ ഊറി നിൽക്കുന്നുണ്ടാവും. നമ്മളിത് അനക്കാതെ കുറച്ചു നേരം വെക്കണം. അപ്പം ഇത് മാറ്റിയിട്ട് ഈ ചെമ്പ് മാറ്റിയിട്ട് ഇത് അടുത്ത ചണ്ടി അല്ലേ മാറ്റിയിട്ട് അടുത്ത ഇങ്ങനെ വെക്കണം. വൈകുന്നേരം ആയപ്പോഴാണ് നമ്മളെ കൂവപ്പൊടിയുടെ പണികളൊക്കെ കഴിഞ്ഞത്. കുറച്ച് നമുക്ക് എടുക്കലമ്മ. ആദ്യം നമ്മൾ ഒഴിച്ചു വെച്ചതില് കുറച്ചുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത് വരുന്നത് കണ്ടില്ല. നമ്മളെ വെള്ളം ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ നല്ല വെള്ള നിറത്തിൽ ഊറി കിടക്കുന്നുണ്ട്. ഇതുവരെ 2-3 വട്ടം ലാസ്റ്റുള്ള ചണ്ടി പിന്നെ അടിച്ചതിൻ്റെതാണ്. കൂടുതലുള്ള നമ്മളെ വലിയ ചെമ്പില് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ അതുമ്മ ഒന്ന് എടുക്കാന്ന് കാണിച്ചു കൊടുക്കേ. ആദ്യം എടുത്തത് കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് അവിടെ. ഇതന്നെ കുറച്ചല്ലേ, പെട്ടെന്ന് ഇത് അടിയിൽ സെറ്റ് ആയി പോകും. കോൺഫ്ലവർ ഒക്കെ പോലെ അല്ലേ. ഇങ്ങനെ വേമ്പ എടുത്താൽ വേഗം കിട്ടുന്നത്. കുറെ സമയം ഇങ്ങനെ ഉറച്ചുറച്ചു പോകും. കുറച്ചും കൂടെ നമ്മള് ഐസ്ക്രീം ഒക്കെ ഇങ്ങനെ എടുക്കുന്ന പോലെ ഉണ്ടല്ലോ ഇപ്പൊ കാണുമ്പോ. കോൺ ഐസ്ക്രീം ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ ഒരു നമ്മൾ ഓർഡർ എടുക്കുമ്പോ ഇങ്ങനെ ചെത്തി എടുക്കൂലേ. അതുപോലെ തന്നെ അങ്ങനെ ഇത്രയുണ്ട്. നല്ല വെള്ളം ചളിയുടെ നിറം അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ. അത്രയും കഴുകി വൃത്തിയാക്കിയോണ്ട് നമ്മളെ വെള്ളം, അതാണ് പൊടിയിൽ എന്തെങ്കിലും വ്യത്യാസം വരും നമ്മള് കഴുകലൊക്കെ എന്തെങ്കിലും ക്ലിയർ ആക്കിയില്ലെങ്കിൽ. അത്രയും ക്ലിയർ ആക്കിയിട്ട് ഇത് നമ്മൾ ആദ്യം കുറച്ച് എടുത്ത് വെച്ചത് ഈ ചെറിയ ചെമ്പിലുള്ളത് മൊത്തം എടുത്തിട്ട് പിന്നെ ഈ ചണ്ടി ഇതാണ് ലാസ്റ്റ് ചണ്ടി. പശുവിന് കൊടുക്കാൻ അത്യാവശ്യം തീറ്റ എല്ലാം കിട്ടി. കരിമ്പിൻ ചണ്ടി പോലെ ഉണ്ടല്ലോ. ഇപ്പൊ കരിമ്പിൻ ജ്യൂസ് ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ ലാസ്റ്റ് ഇങ്ങനെ ചണ്ടി വരില്ലേ, ഇത് നമുക്ക് പശുവിന് കൊടുക്കാം. ഇനി ഇതിലില്ല, അത്രയും ഉമ്മി കുഞ്ഞുങ്ങളൊക്കെ കൂടെ അരിച്ചെടുത്തിക്കുന്നു, ഊറ്റിയെടുത്തെന്ന് തന്നെ അറിയാം അല്ലേ. ഇങ്ങനെ അപ്പൊ ഇനി കൂടുതൽ ഇതാണ് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇത് രാത്രി നമ്മൾ എടുക്കുള്ളൂ. ഇനി സമയമില്ല, അത് കുറച്ചും കൂടെ നിറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പൊ അതേതാ പതഞ്ഞു വന്ന് അത്യാവശ്യം വലിയ ചെമ്പിൽ ഫുള്ളായിട്ടുണ്ട്. ഇതിന് അടിയിലാണ് ഊറി വരിക. അല്ല എടുത്ത വെള്ളത്തിൽ എന്താ പറയാ, ഇനി ഇതിന് ഊറിയിട്ട് കിട്ടും. ഇതിന് കൂടുതലുണ്ടാവും, ഇത് കുറച്ച് സമയം വേണം ഊറാനായിട്ട്. അപ്പൊ ഇവിടെ അടച്ചു വെച്ചാണ്. നമുക്ക് ഇതെന്ത് ചെയ്യാ, വൈകുന്നേരമായി വെയിൽ പോകുന്നുണ്ട്, വെയിലിന് കുറച്ച് വെയിലെങ്കിലും കിട്ടും. നമുക്ക് കൊണ്ടുവച്ചോക്കല്ലേ, അല്ല കുറച്ച് കൊണ്ടുവച്ചോക്കാം നമുക്ക് വെയിലുള്ളിടത്താണ്. ബാക്കി എന്തായാലും ഉമ്മാരുടെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നാളെ രാവിലെ എടുത്ത് നമുക്ക് എല്ലാം ഉണക്കണം. അപ്പൊ മൊത്തം നമുക്ക് അങ്ങനെ ആക്കാം. ഇനി എന്തായാലും അതിന് കുറച്ച് എടുക്കാനുണ്ടല്ലോ. അത് ഐബ് കരയുണ്ട് അല്ലേ. ഉമ്മ എന്തായാലും ഒക്കെ എടുക്കട്ടെ, ഐബുനെ നോക്കിക്കോ. നമുക്ക് കിട്ടിയതേ വേഗം വെയിൽ പോകുന്നതിന് മുന്നേ കുറച്ച് വെയിലുണ്ട് അവിടെ കൊണ്ടുവെക്കാം. പിന്നെ നമ്മൾ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞിരുന്നു ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ആയിട്ടാണ് കൂവപ്പൊടി ആക്കുന്ന പണികൾ എടുക്കുന്നത്. പക്ഷെ ഇന്ന് തന്നെ നമ്മളെല്ലാ പണികളും തീർത്തിട്ട് ഉമ്മ ഏതായാലും മെനക്കെട്ട് നിന്നിട്ട് രാവിലെ തുടങ്ങി ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴാണ് പണികളൊക്കെ തീർന്നത്. അപ്പൊ ഇത് ചെറിയൊരു തളികയിലപ്പം എടുത്തിട്ടുള്ളത്. ഇതെന്തായാലും ചിലപ്പോൾ ഫ്രിഡ്ജിൽ എടുത്ത് വെക്കേണ്ടി വരും. അപ്പൊ നമുക്ക് എത്രത്തോളം കിട്ടിയെന്നൊക്കെ നാളെ അറിയുള്ളൂ. ബാക്കിയുള്ള കൂവപ്പൊടിയൊക്കെ നമ്മൾ ഇതുപോലെ ഉണക്കാൻ വെക്കുന്നതൊക്കെ മറ്റൊരു വീഡിയോ നിങ്ങളെ കാണിക്കും. ഇത്രയേ ഉള്ളൂ, ഇത്രയും റിസ്ക് എടുത്തിട്ടാണ് നമ്മൾ കൂവപ്പൊടിയൊക്കെ ഉണ്ടാക്കുന്നത്. അതെന്തായാലും നിങ്ങളെ കാണിച്ചു വെച്ചിട്ടാണ് നമ്മൾ ഇങ്ങനത്തെ ഒരു വലുതായിട്ടുള്ള ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്.